മോർണിംഗ്. 2 ദിവസമായിട്ട് കുറച്ച് ഗ്യാപ്പൊക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ തന്നെ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. മെയിനായിട്ട് ഇവിടെ ഔട്ട് സ്റ്റേഷനായിരുന്നു, അതാണ്. രണ്ടാമത്തെ ഫസ്റ്റ് കേസ് പറയുന്നത് മാർക്കറ്റ് 16 പോയിൻറ്റ് ഇന്ന് ഡൗൺ ആണെന്നുള്ളതാണ്. അപ്പോൾ ഡൗൺ ആണെന്നുള്ളതിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്, ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്ത്യൻ റുപ്പി vs ഡോളർ. നമ്മളത് കുറേ വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴും അത്ര ഹാപ്പി അല്ലായിരുന്നു എല്ലാവരും. ഇന്ത്യയിൽ നിന്ന് FISൻ്റെ എക്സിറ്റ് എപ്പോഴും പേ ഔട്ടായിട്ട് മാറുമ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ത്യൻ റുപ്പിക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും നമുക്ക് അറിയാവുന്നതാണ്. പക്ഷേ ഇത് കൂടുതലായിട്ട് ഇപ്പോൾ മാർക്കറ്റിൽ വന്നു തുടങ്ങിയത് ഫീൽ ചെയ്യുന്നപ്പോഴാണ്. എന്നിട്ടും മാർക്കറ്റ് 26,000 മാർക്കറ്റ് നിൽക്കുന്നു. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നെഗറ്റീവ്സ് എന്ന് പറയുന്നത്, ഇന്ത്യ കാലാകാലങ്ങൾ ടോപ്പ് 50 ഷെയർസിൽ ഒരെണ്ണം മോശമായി കഴിഞ്ഞാൽ അയാൾ എക്സിറ്റ് ചെയ്യും. എന്നിട്ട് അവിടുന്ന് ഇത്തിരി ഭേദമുള്ളതിനെ പിടിച്ച് മുകളിലേക്ക് ഇടും. ഇങ്ങനെ ഇൻഡെക്സ് ഇങ്ങനെ കയറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു വൃത്തികെട്ടൊരു സ്വഭാവമാണ് ഇന്ത്യയുടെ. ഒരു ഷെയർ കുറച്ച് മോശമാകുമ്പോൾ അതിന് ടോപ്പ് 50 മാറ്റുക, എന്നിട്ട് കുറച്ച് ഭേദമുള്ള ഷെയറിനെ എൻട്രി കയറ്റുക. ഇങ്ങനെ ടോപ്പ് 50 ഇങ്ങനെ സംരക്ഷണം നടത്തിയിട്ട് മാർക്കറ്റ് 26,000 ഇന്നും പിടിച്ചിർത്തിക്കുകയാണ്. അതാണ് ഒരു 26,000 പിടിച്ചിർത്തിയുന്ന നെഗറ്റീവ്സ് എന്ന് പറയാം മുന്നേ കൂട്ടി. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഇന്ത്യ റുപ്പി 90 ടച്ച് ചെയ്യാനുള്ള എഫക്റ്റ്. അതിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യത്തിൽ എല്ലാവരും അറിയുന്നതാണ്, 90 അടുക്കുന്നു. ഈ സമയത്ത് മാർക്കറ്റ് എങ്ങനെയാണ് അപ് ട്രെൻഡിലേക്ക് വരാൻ സാധിക്കുക? മാർക്കറ്റിൽ അപ് ട്രെൻഡിലേക്ക് വരാൻ സാധിക്കില്ല. അപ്പോൾ അത് കാരണമാണ് മാർക്കറ്റിൽ ഇന്ന് ന്യൂട്രൽ ഇട്ടാൽ മതി. നെഗറ്റീവ് ബയസ് ഉണ്ട്, ട്രെൻഡ് നെഗറ്റീവ്, പക്ഷേ ന്യൂട്രൽ ഇടാം. കാരണം പുറത്തെ മാർക്കറ്റ് ഒന്ന് അപ് ട്രെൻഡ് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ടെക്നോളജി ഷെയർസിലൊരു അപ് ട്രെൻഡ് വന്നുകൊണ്ട് തന്നെ ഇന്നിവിടെ ടെക്നോളജി ഷെയർസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്ന് ആദ്യം നോക്കുക. ടെക് ഷെയർസുകൾ മാർക്കറ്റിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുമോ എന്നുള്ളത് ആദ്യം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കേസ് നമ്മളെ പ്രധാനപ്പെട്ട HDFC ബാങ്ക് ഷെയർസ് അതിൻ്റെ ആവത് ട്രേഡിംഗ് പ്രൈസിൽ താഴ്ത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു ക്രൂഷ്യൽ പോയിന്റിലൊക്കെ HDFC ബാങ്ക് എത്തിക്കണു എന്നുള്ളത് തന്നെ ഒരു ടെൻഷനുള്ള കാര്യമാണ്. അപ്പോൾ ആ ഷെയറിൻ്റെ മൂവ്മെൻറ്റ് ഒന്ന് ശ്രദ്ധിക്കുക. വീണ്ടും HDFC സെല്ലിങ് വരുന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അത് ഞാൻ പറഞ്ഞത്, നെറ്റ് മാർക്കറ്റ് ട്രെൻഡ് നെഗറ്റീവാണ്, പക്ഷേ ഇന്നൊരു ന്യൂട്രൽ ബയസ് ഉണ്ടാവാൻ സഹായിക്കുന്നത് ടെക് ഷെയർ ആയിരിക്കും. ഓക്കെ. പിന്നെ RBIയുടെ പോളിസിയുടെ സ്റ്റാർട്ട് ചെയ്യണമെന്ന്. അപ്പോൾ റേറ്റ് കട്ടൊക്കെ ഓൾറെഡി കിട്ടുമെന്നുള്ള ഉറപ്പായിരിക്കുന്ന സമയമാണ്. കിട്ടില്ല എന്നുള്ള റേറ്റ് കിട്ടിയിരിക്കും. റേറ്റ് കട്ട് കിട്ടിയാലും അതൊന്നും മാർക്കറ്റിന് ചിലപ്പോൾ എടുക്കാൻ സൗകര്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനത്തെ റേറ്റ് കട്ട് തരേണ്ട സമയത്ത് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ റേറ്റ് കട്ട് ഇപ്പോൾ തന്നാലും എഫക്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ആ റേറ്റ് കട്ടിനെ ബേസ് ചെയ്ത് ന്യൂസ് ഉണ്ടാക്കാനും ഒന്ന് അപ് ട്രെൻഡൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു സമയമാണ് കേട്ടോ. അത് ഞാൻ പ്രത്യേകിച്ച് പറയുന്നു. ഇങ്ങനെയൊക്കെയുള്ള ന്യൂസുകളാണ് മാർക്കറ്റിനെ 2 ദിവസം പിടിച്ചു നിർത്താൻ സഹായിക്കുന്നത്. അപ്പോൾ ട്രേഡിങ്ങിനെ സംബന്ധിച്ച് മനസ്സിലാക്കുക, ന്യൂട്രലായിട്ട് എടുക്കുക. കൂടുതലും 5 മാർക്കറ്റിൻ്റെ ട്രെൻഡ് ന്യൂട്രലായി എന്ന് കണ്ടു കഴിഞ്ഞാൽ പുട്ടും കോളും ഒരുമിച്ച് വെച്ച് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. 25 പോയിൻ്റ് ഡിഫറൻസിൽ സെല്ലിയും ബൈയും ഒക്കെ നടത്തി കഴിഞ്ഞാൽ കുറച്ചും കൂടി വേണ്ടപ്പെട്ട രീതിയിൽ ട്രേഡ് ചെയ്ത് പെർഫോമൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഡാറ്റ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. എല്ലായ്പ്പോഴും ഉള്ള പോലെ തന്നെ മൈനസിൽ തന്നെ -3,600 കോടി സെല്ലാണ് FIS. DS-ൻ്റെ ബൈ പ്രത്യേകിച്ച് പറയണമൊന്നുമില്ല. അതുകൊണ്ടൊന്നും ക്ലയൻറ്റിന് പേഴ്സൻറ്റേജ് ഓഫ് ഷെയറിൽ പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇൻഡെക്സ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ട്രംപ് താരിഫിനെ കുറിച്ച് പറയുമ്പോൾ താരിഫ് വരുമെന്ന് പറയുന്നതല്ല. താരിഫിന് വേണ്ടി താരിഫ് നടന്നു എന്ന് ഒന്നും ഇവിടെ താരിഫ് നടന്നു, ഇന്ത്യയുടെ താരിഫ് കൺഫേം ആയി എന്നുള്ള കാര്യം ഒന്നും ആവുന്നില്ല. പോയി നീണ്ടു പോണത് മുഴുവൻ PMI ഫോൾസ്. അതിപ്പോഴാണ് ടൈംസ് ഓഫ് ഇന്ത്യക്ക് മനസ്സിലായത്, അവരിന്ന് പരസ്യം നടത്താൻ തുടങ്ങിയത്. ഓക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത് ഫോളോ ആയി തുടങ്ങിയിരുന്നു. അപ്പോൾ ഇത് ഫോളോ ആയി തുടങ്ങുന്നത് മുന്നേ കൂട്ടി അറിയണവർ എക്സിറ്റ് ചെയ്താൽ ഉണ്ടാവും. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഒരു സഹായം വീണ്ടും വന്നൊക്കെയാണ് റഷ്യയുടെ തന്നെ. ഈ താരിഫിൻ്റെ ഡീറ്റെയിൽസ് ട്രംപിന് കിട്ടുമ്പോൾ ട്രംപ് നിന്നിട്ട് അടുത്ത തലവേദനയായിട്ട് വരണമെന്ന് അറിയില്ല. ഇതിൽ മോദിയെ സംബന്ധിച്ച് നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് താരിഫ് ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ്. താരിഫ് ഫിനിഷ് ചെയ്യുക എന്നുള്ളതായിരിക്കും ഏറ്റവും വലിയ റിക്കവറി മാർക്കറ്റിലെ. താരിഫ് റിക്കവറി ആയിരിക്കും ഏറ്റവും വലിയ റിക്കവറി കേട്ടോ. മാർക്കറ്റിൽ ഏറ്റവും നല്ല ബെസ്റ്റ് ബൈയും അതെപ്പോൾ വേണമെങ്കിൽ സംഭവിക്കാം കേട്ടോ. നിങ്ങളെപ്പോഴും ശ്രദ്ധിച്ചിരിക്കുക, മാർക്കറ്റിൽ പൈസ റെഡിയാക്കി വയ്ക്കുക. താരിഫ് റിക്കവറി എപ്പോൾ ഉണ്ടാവണോ അപ്പോൾ മാർക്കറ്റ് ഹൈ രീതിയിൽ റിക്കവറി ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പ്രധാനപ്പെട്ട സ്റ്റോക്സിൽ തന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് ടിപ്സ് ഒന്നും തരേണ്ട ഒരു കാര്യമൊന്നുമില്ല. പ്രധാനപ്പെട്ട സ്റ്റോക്സ് തന്നെ ലോയിലാണ് കിടക്കുന്നത്, അതന്നെ ബൈ ചെയ്താൽ മതി. പ്രത്യേകിച്ച് റിലയൻസ് നല്ല ഷെയറാണെന്നും
അതുപോലെ HDFC നല്ല ബാങ്ക് ഷെയറാണെന്ന് പറഞ്ഞു തരേണ്ട ഒരു കാര്യവും മാർക്കറ്റിലില്ല. ഡോളർ ഇൻഡെക്സ് താഴെ നിൽക്കുന്നു എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ഒരു സമാധാനം. ഡോളർ ഇൻഡെക്സ് താഴെ നിൽക്കുന്നു. ട്രംപിൻ്റെ താരിഫിൻ്റെ ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും കാരണം നമുക്ക് ഈ രീതിയിൽ നിൽക്കുന്നതാണ് നമ്മുടെ ഒരു ഹെൽപ്പ്. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യൻ ഡോളറിനെ സംബന്ധിച്ച് ഇന്ത്യൻ റുപ്പിയെ സംബന്ധിച്ചും വലിയ ഹെൽപ്പ് നിൽക്കുന്ന ഡോളർ ഇൻഡെക്സ് ആണെന്നുള്ള കാര്യം മറക്കരുത്. അപ്പോൾ ഡോളർ ഇൻഡെക്സിൽ ഇപ്പോൾ 100 കടന്നു പോയിട്ട് വീണ്ടും ബാക്ക് വന്നത് ഇന്ത്യയെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അപ്പോൾ മെസ്സേജുകൾ നമ്മളും അയക്കുന്നുണ്ട്. ഫെയിലിയറും റീസൺസും ഒക്കെ നമ്മൾ മനസ്സിലാക്കി വരുമ്പോഴേക്കും നമ്മുടെ ക്യാഷുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും എന്നുള്ള പ്രശ്നം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യമുള്ളത്, നിങ്ങൾ ചെയ്യുമ്പോൾ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് മാത്രമാണ്. എന്നും ഒരു സ്റ്റോപ്പ് ലോസ് ഇല്ല. നിങ്ങളോ ഒരു ഫോറിൻ ഇൻവെസ്റ്റർക്കോ അല്ലെങ്കിൽ റിലയൻസിനോ പോലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല ഒരു മാർക്കറ്റിൻ്റെ ട്രെൻഡ്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാണ്ട് ഏത് രൂപത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്? സ്റ്റോപ്പ് ലോസ് ഇല്ലാത്തുള്ള ട്രേഡിങ് അത് ക്യാഷ് മാർക്കറ്റിലായാലും ഫ്യൂച്ചർ മാർക്കറ്റിലായാലും അല്ലെങ്കിൽ ഓപ്ഷൻ മാർക്കറ്റിലായാലും ഹെൽത്തിന് കേടായി മാറും. അപ്പോൾ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് വേണം. ആ സ്റ്റോപ്പ് ലോസ് ഇടുമ്പോൾ അറിയാം ഇത്രയാണ് നമ്മുടെ ലോസ് എന്ന്. അത് കൺവിൻസ് ചെയ്യാൻ പറ്റുന്നവരാണ് ആ ബിസിനസ്സിന് പോവുക. മാക്സിമം കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസ് ഉള്ളവർക്ക് പെയിൻ വന്നിട്ടില്ല എന്നുള്ളത് മറക്കരുത്. ഓക്കെ, താങ്ക് യു.